മെയ് 5 പ്രഷ്യയിലെ വിശുദ്ധ ജൂഡിത്ത്. 1200 മുതൽ 1260 വരെ കാലഘട്ടം. 13-ാം നൂറ്റാണ്ടിൽ തുരിങ്കിയയിലെ ഒരു സമ്പന്ന ബവേറിയൻ കുടുംബത്തിലാണ് ജൂഡിത്ത് ജനിച്ചത്. അവൾ അറിയപ്പെട്ടത് കുലുംസിയയിലെ ജുട്ട, സാങ്കർഹോസൻ്റെ ജുട്ട, ഇന്ന് നാം ജർമ്മനി എന്ന് വിളിക്കുന്ന തുരിങ്കിയയിലെ ജുട്ട എന്നൊക്കെയാണ്. വിശുദ്ധ ജൂഡിത്ത് പ്രഷ്യയുടെ സ്വർഗീയ രക്ഷാധികാരിയാണ്. മുൻ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനെ മാതൃകയാക്കാൻ ജുട്ട ആഗ്രഹിച്ചു. 15 വയസ്സുള്ളപ്പോൾ സമാനമായ പാരമ്പര്യ സമ്പന്ന കുടുംബത്തിൽ നിന്നും സൈലേഷ്യയിലെ ഡ്യൂക്ക് ഹെൻറി ഒന്നാമനെ ജുട്ട വിവാഹം കഴിച്ചു. സമ്പത്തെല്ലാം പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്ന ജുട്ടയുടെ സ്വഭാവത്തെ ഭർത്താവ് എതിർത്തു. അവസാനം അവളുടെ ലാളിത്യ ജീവിതവും വിനയവും ദൈവഭക്തിയും കൊണ്ട് ഭർത്താവിൻ്റെ മേൽ വിജയം വരിച്ചു. ഒരിക്കൽ ഒരു തീർത്ഥാടനത്തിനിടെ ജുട്ടയുടെ ഭർത്താവ് മരിച്ചു. മക്കളെയെല്ലാം പോറ്റി വളർത്തി തൻ്റെ കുടുംബത്തിൻ്റെയും 7 മക്കളുടെയും ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കിയ വിശുദ്ധ ജുട്ട സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ 3-ാം ക്രമത്തിൽ ചേർന്നു. സമൂഹത്തിലെ ഉയർന്ന പദവി കാരണം ആദ്യമൊക്കെ പരിഹസിക്കപ്പെട്ട ജുട്ട പാവപ്പെട്ടവരെയും രോഗികളെയും പരിപാലിക്കാൻ സ്വയം പ്രതിജ്ഞാബദ്ധയായി. ജുട്ട തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ പ്രഷ്യയിലെ ഒരു കുടിലിൽ സന്യാസിയായി താമസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളല്ലാത്തവരുടെ പരിവർത്തനത്തിനായി പ്രാർത്ഥിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. വിശുദ്ധ ജുട്ടായിയുടെ മരണശേഷം അവളുടെ ശവകുടീരത്തിൽ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വചനം സഖറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്: പരസ്പരം സത്യം പറയുക, നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക. വിചിന്തനം. വിശുദ്ധ ജൂഡിത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവളുടെ ജീവിതം ആദ്യമൊക്കെ അത്ര സുഖപ്രദമായിരുന്നില്ല. ഭർത്താവിൻ്റെ എതിർപ്പുണ്ടായിരുന്നു പാവപ്പെട്ടവരെയും രോഗികളെയുമൊക്കെ സഹായിക്കുന്നതിലും തങ്ങളുടെ സമ്പത്ത് പങ്കുവെക്കുന്നതിലും. എന്നാൽ എളിമയും ലാളിത്യവും ദൈവഭക്തിയും കൊണ്ട് അവൾ ഭർത്താവിൻ്റെ മേൽ വിജയം വരിച്ചു. അങ്ങനെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് തങ്ങളുടെ മക്കൾക്കും കൂടി മാതൃകയാകത്തക്ക വിധം കുടുംബത്തെ മുന്നോട്ട് നയിച്ചു. കുടുംബത്തെയും സമൂഹത്തെയും ദൈവത്തെയും ഒരേപോലെ സ്നേഹിക്കുവാനും ആത്മസമർപ്പണം നടത്തുവാനും ഞങ്ങൾക്കും കൃപ നൽകണമേ എന്ന് വിശുദ്ധ ജൂട്ടായുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.